ഹരിദ്വാറിലെ ചണ്ഡി ദേവി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ക്ഷേത്രത്തിൽ പോകാനുള്ള റോപ്പ് കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ക്യൂ നടന്നു പോകുന്നത്. നാസിമാബാദ് റോഡിലെ ഗൗരി ശങ്കർ ക്ഷേത്രത്തിൽ ഉള്ള ലോവർ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും 2900 മീറ്റർ, അതായത് 9500 അടി ഉയരത്തിലാണ് ചണ്ഡി ദേവി ക്ഷേത്രം നിൽക്കുന്നത്. ആ റോപ്പ് വേയിൽ കയറി പോകാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്കാകും. ഞങ്ങൾ റോപ്പ് വേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ റോപ്പ് വേയിലേക്ക് കയറാനാണ് പോകുന്നത്. എന്തായാലും ഈ റോപ്പ് വേ റൂട്ടിൻ്റെ ആകെ നീളം ഏകദേശം 740 മീറ്ററാണ്. അത് 2430 അടി. 740 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 3/4 മീറ്ററോളം ഈ റോപ്പ് വേ ഉണ്ട് ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറി പോകാൻ. ഇതിൻ്റെ ഉയരം 208 മീറ്ററാണ്. 682 അടി ഉയരമുണ്ട്. കുന്നിൻ്റെ മറുവശത്ത് ഇടതൂർന്ന വനങ്ങളുണ്ട്. ആ വനങ്ങളാണ് നമ്മളിങ്ങനെ കാണുന്നത്. റോപ്പ് വേ ഗംഗാ നദിയുടെയും ഹരിദ്വാറിൻ്റെയും മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. നമ്മളത് തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ടും ഗംഗാ നദിയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പം മുകളിലേക്ക് കയറുന്നതാണ്. എന്തായാലും നമുക്കിപ്പോഴും ഏകദേശം ഗംഗാ നദി അങ്ങ് ദൂരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ വളരെ, അതായത് ഹർക്കി പൗരിയിൽ, നമ്മളെ ഹരിദ്വാറിലെ ഹർക്കി പൗരിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ. ക്ഷേത്രത്തിൽ 3 കിലോമീറ്റർ ഒരു ട്രക്കിംഗ് റൂട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റോപ്പ് വേയിൽ അല്ലെങ്കിൽ ഏകദേശം 3 കിലോമീറ്ററോളം ദൂരം നമ്മൾ പടികൾ ചവിട്ടി കയറി വനങ്ങളിൽ കൂടി വനപ്രദേശത്തുകൂടി ഒരു ട്രക്കിംഗ് നടത്തി മാത്രമേ, മനോഹരമായ ട്രക്കിംഗ് നടത്താം. പക്ഷെ നമുക്ക് ട്രക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ പോലും ട്രക്കിംഗ് നടത്താനുള്ള സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ റോപ്പ് വേ തിരഞ്ഞെടുത്തത്. ഈ റോപ്പ് വേ ഇല്ലെങ്കിൽ 3 കിലോമീറ്ററോളം ദൂരം ട്രക്കിംഗ് നടത്തി പടികൾ കയറി ഈ വനപ്രദേശത്തു കൂടെ മനോഹരമായ ഒരു യാത്രയായിരുന്നേനെ. എന്തായാലും ഞങ്ങൾ ചണ്ഡി ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കേബിൾ കാറിൽ കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവത ചണ്ഡി ദേവി എന്നാണ്. നമ്മൾ ചണ്ഡികാ ദേവി എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ചണ്ഡി ദേവി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഈ ഒരു അസുര രാജാക്കന്മാരെ നിഗ്രഹിച്ച ഒരു കഥയാണ് ഈ ചണ്ഡി ദേവി ക്ഷേത്രവുമായിട്ട് ഉള്ളത്. അസുര രാജാക്കന്മാരായ ശുംഭനും നിശുംഭനും സ്വർഗരാജാവ് ഇന്ദ്രൻ്റെ രാജ്യം പിടിച്ചെടുത്ത് ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും അടിച്ചിറക്കിയ ഒരു സംഭവമുണ്ട്. അതൊരു ഇതിഹാസത്തിലുള്ളതാണ്. ദേവന്മാരുടെ തീവ്രമായ പ്രാർത്ഥനകൾക്ക് ശേഷം പാർവതിയിൽ നിന്നും ഒരു ദേവി ഉയർന്നു വന്നു. അങ്ങനെ അസാധാരണ സുന്ദരിയായ ഈ സ്ത്രീയെ അവളുടെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ട ശുംഭം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾ അത് നിരസിക്കാനുണ്ടായത്. അതിന് പ്രതികാരമായിട്ട് ഈ അസുര രാജാവ് ശുംഭൻ തൻ്റെ അസുര തലവന്മാരായ ചണ്ഡനെയും മുണ്ടനെയും ഈ ദേവിയെ വധിക്കാൻ, ഈ സുന്ദരിയായ ദേവിയെ വധിക്കാൻ അയക്കുന്നു. പക്ഷേ കഴിഞ്ഞില്ല, അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ നേരിട്ട് തന്നെ ശുംഭനും നിശുംഭനും ചണ്ഡികയെ ഒരുമിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അത് കഴിഞ്ഞില്ല. അങ്ങനെ ഇവർ രണ്ടുപേരെയും ദേവി വധിക്കാനുണ്ടായി. അതിനുശേഷം ചണ്ഡിക നീൽ പർവ്വതത്തിൻ്റെ മുകളിൽ കുറച്ചു കാലം വിശ്രമിച്ചതായും പിന്നീട് ഐതിഹ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതായും പറയുന്നുണ്ട്. ഈ കാശ്മീർ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ശങ്കരാചാര്യരും ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാനും നിർമ്മിക്കുന്നതിനും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ചണ്ഡികാ ദേവി ക്ഷേത്രം ഈ മലമുകളിലെ ഏകദേശം, ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 740 മീറ്റർ നമ്മൾ ഈ റോപ്പ് വേയിൽ കൂടെ സഞ്ചരിച്ച് 9500 അടി ഉയരത്തിലാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ചണ്ഡികാ ദേവി ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്രത്തിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. റോപ്പ് കാറിൽ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ വിവിധ പടികൾ കയറി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ചണ്ഡി ദേവി ക്ഷേത്രം.
ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ദിവസവും എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചണ്ഡി ചൗദാസ്, നവരാത്രി, ഹരിദ്വാറിലെ കുംഭമേള എന്നീ ഉത്സവങ്ങളിൽ വളരെയധികം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ആഗ്രഹങ്ങൾ നിർവഹിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ദൈവങ്ങളോട് മുന്നിൽ വയ്ക്കുന്നതും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു തരണമേ ആണെന്നാണല്ലോ. ചണ്ഡി ദേവിയും അങ്ങനെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സഫലമാകും എന്നതാണ് ഇവിടെ വരുന്ന ഭക്തരുടെ വിശ്വാസം. ഈ കാണുന്ന മനസാദേവി ടെമ്പിൾ, ഇത് ചണ്ഡികാദേവി ടെമ്പിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്ന ചിത്രമാണ്. ഈ മനസാദേവി ടെമ്പിളിൽ നമ്മൾ വന്ന ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ പോയി. ഫോണും കൂടെ കൊണ്ടുപോയി സൂക്ഷിക്കണം. ഇവിടെ ക്ഷേത്രമുറ്റത്ത് ധാരാളം കുരങ്ങന്മാരുണ്ട്. അവർ നമ്മുടെ ഫോണും സഞ്ചിയും അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറഞ്ഞത്. മനസാദേവി ടെമ്പിളും ഹരിദ്വാർ പട്ടണവും ചണ്ഡികാദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം. അങ്ങ് ദൂരെ കാണുന്ന മനസാദേവി ടെമ്പിൾ, താഴെ കാണുന്നത് പട്ടണം. ഹരിദ്വാർ പട്ടണവും ഇതാ ആ ദൂരെ കാണുന്ന മനസാദേവി ടെമ്പിളും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ഷേത്രമുറ്റത്ത് പരിസരത്തുമായിട്ട് ധാരാളം കുരങ്ങന്മാരുണ്ട്. അവർ നമ്മുടെ കയ്യിലുള്ള ആഹാര സാധനങ്ങൾ തട്ടിപ്പറിച്ചെടുക്കും. അതുപോലെ കിറ്റുകൾ, സഞ്ചികൾ എന്ത് കയ്യിലുണ്ടെങ്കിലും നമ്മൾ അല്പം ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. കയ്യിലുള്ള ഫോൺ വരെ അവൻ എടുത്തുകൊണ്ട് പോകും. പിന്നെ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ചിലപ്പോൾ ദൂരോട്ട് എറിയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഇവിടെ അത്രയും. പലരും ഈ കുരങ്ങന്മാർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കഴിക്കുന്നുമുണ്ട്. എന്നാൽ പോലും അവർ പലപ്പോഴും നമ്മളിൽ നിന്നും ആഹാരം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് ഉള്ളത്. വളരെ സൂക്ഷിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഇവിടെ ഹനുമാൻജിയുടെ മാതാവായ അഞ്ജന ദേവിയുടെ ക്ഷേത്രവും ഈ ചണ്ഡി ദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും സന്ദർശനം, അവിടെ എത്തുന്ന ഭക്തർ സന്ദർശനം നടത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. ചണ്ഡീദേവി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചും റോപ്പ് വേയിൽ കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 കിലോമീറ്ററോളം ദൂരം ഈ വനത്തിൽ ഉള്ളിലൂടെ ട്രക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ചണ്ഡീദേവി ക്ഷേത്രത്തിൽ എത്താൻ കഴിയൂ. അത് താഴെ പിന്നെ ബേസ് ക്യാമ്പിൽ നിന്ന്, അതായത് ബേസ് കേന്ദ്രത്തിൽ നിന്നും, അവിടുത്തെ പ്രധാന കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ നടന്ന് കയറേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ റോപ്പ് കാറിലാണ്. മനോഹരമായ ദൃശ്യമാണ് റോപ്പ് കാറിൽ നിന്ന് കാണുന്നത്. ഹരിദ്വാറിലെ ആ പട്ടണവും ഗംഗാ നദി ഇങ്ങനെ ഒഴുകുന്ന, ശാന്തമായി ഒഴുകുന്നതും ഒക്കെ നമുക്ക് വളരെ ഉയരത്തിലിരുന്ന് കാണാൻ കഴിയുന്നു എന്നതാണ് ഈ റോപ്പ് കാറിൽ കയറിയാലുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. എന്തായാലും ചണ്ഡീദേവി, നമ്മുടെ പാർവതി ദേവിയുടെ 2 പിന്നെ ക്ഷേത്രങ്ങളാണ് ഹരിദ്വാറിൽ പ്രധാനം. ഒന്ന് ചണ്ഡീദേവി ക്ഷേത്രം, ഒന്ന് മനസാദേവി ക്ഷേത്രവും. ഇത് രണ്ടും ഗംഗാ നദിയുടെ അക്കരെ ഇക്കരയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ മനസാദേവി ക്ഷേത്രം ആദ്യ ദിവസം തന്നെ പോയി കണ്ടിരുന്നു. ഇപ്പോഴിതാ ചണ്ഡീദേവി ക്ഷേത്രവും മന്ദിരവും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഹരിദ്വാർ ഒരു പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രവും അതുപോലെ തന്നെ ഹിമാലയത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടവുമാണെന്നുള്ള ഒരു പ്രത്യേകതയും ഹരിദ്വാറിനുണ്ട്. അയ്യോ, അത് വരുമായിരിക്കും. 10-20 കിലോമീറ്റർ ഉണ്ട്. പല ആൾക്കാര് അവരുടെ ജീവിത പ്രശ്നം, കുതിര, ട്രോളി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ജീവിതം അത് തന്നെ. ഞങ്ങൾ താഴെ നിന്നും കയറിയ ഗൗരി ശങ്കർ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ റോപ്പ് കാറിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗൗരി ശങ്കർ, അതായത് ലോവർ സ്റ്റേഷനായ ഗൗരി ശങ്കർ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും
9,500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം, നമ്മൾ ചണ്ഡിക ക്ഷേത്രമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ആ 9,500 അടി ഉയരത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.